മനുഷ്യൻ വേട്ടക്കാരനായി ആഹാര ശൃംഖലയുടെ മുകളിലെത്തുന്നതിന് മുൻപ് ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തരും ഭീകരവുമായ വേട്ടക്കാർ വലിയ പൂച്ചവർഗമായിരുന്നു. ഇന്നും കാട്ടിലെ ഏറ്റവും മികച്ച വേട്ടക്കാർ സിംഹങ്ങൾ, കടുവകൾ, ജാഗ്വാറുകൾ മുതലായ വലിയ പൂച്ചവർഗം തന്നെയാണ്. പക്ഷേ പുരാതന കാലത്തിൽ ജീവിച്ചിരുന്ന ഇവയുടെ ഘോരമായ ചില പൂർവികർക്ക് മുന്നിൽ ഇന്നത്തെ കടുവയും സിംഹവുമൊക്കെ ഒന്നുമല്ല എന്ന് തോന്നിപ്പോകും. അത്രയ്ക്കും ഭീകരമായിരുന്നു പണ്ട് ജീവിച്ചിരുന്ന പൂച്ചവർഗങ്ങൾ. അതിൽ ചിലത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് വരെ ജീവിച്ചിരുന്നു. അത്തരത്തിൽ പുരാതന കാലത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും ശക്തവും ഭയാനകവുമായ വലിയ പൂച്ചകൾ ഏതൊക്കെയായിരുന്നുവെന്ന് നമുക്ക് നോക്കാം. ഇന്ന് കരയിലെ ഏറ്റവും വേഗതയിൽ ഓടാൻ കഴിവുള്ള മൃഗമാണ് ചീറ്റ. ഈ ചീറ്റകളുടെ പൂർവികരായിരുന്നു അസിനോനിക്സ് പാർഡിനെസിസ്. ജയന്റ് ചീറ്റ എന്നും ഇവ അറിയപ്പെടാറുണ്ട്. യൂറോപ്യൻ ഭാഗങ്ങളിലും ഏഷ്യയിലുമാണ് ഇവ ജീവിച്ചിരുന്നത്. പ്രത്യക്ഷത്തിൽ ഇന്നത്തെ മോഡേൺ ചീറ്റകളുടെ രൂപമാണെങ്കിലും പേര് പോലെ തന്നെ ഇവ വളരെ വലുതായിരുന്നു. 120 മുതൽ 150 കിലോഗ്രാം വരെ ഭാരമുണ്ടായിരുന്നുവെന്നാണ് നിഗമനം. അതായത് ഇന്നത്തെ ചീറ്റകളുടെ ഇരട്ടി വലിപ്പം. തല മുതൽ വാല് വരെ ഏകദേശം 3.5 മീറ്റർ നീളമുണ്ടായിരുന്നു. അതിൽ വാലിന് മാത്രം 1.5 മീറ്റർ നീളമുണ്ട്. ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിവേഗതയിൽ ഓടാനുള്ള കഴിവ് തന്നെയാണ്. എന്നാൽ ഭാരം കാരണം അവയ്ക്ക് ഇന്നത്തെ ചീറ്റകളുടെ അത്ര വേഗതയിൽ ഓടാൻ കഴിഞ്ഞിരുന്നോ എന്ന കാര്യം സംശയകരമാണ്. പക്ഷേ ഭാരം കൂടുതൽ ഉണ്ടായിരുന്നെങ്കിലും അതിനനുസരിച്ച് നീളം കൂടിയ കാലുകളും അതുപോലെ വൻതോതിൽ ശ്വാസമെടുക്കാൻ കഴിയുന്ന വലിയ ഹൃദയവും ഉണ്ടായിരുന്നതുകൊണ്ട് അവയ്ക്ക് ചിലപ്പോൾ ഇന്നത്തെ ചീറ്റകളേക്കാൾ വേഗതയിൽ ഓടാൻ കഴിഞ്ഞിരുന്നുവെന്നാണ് ഭൂരിഭാഗം ഗവേഷകരും കരുതുന്നത്. ഏകദേശം 22 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മുതൽ 11,000 വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഇവ ജീവിച്ചിരുന്നത്. അവസാനത്തെ ഐസേജ് കാലത്തിലാണ് ഇവയ്ക്ക് വംശനാശം സംഭവിച്ചത്. അതിന്റെ കാരണം വ്യക്തമായിട്ടറിയില്ല എങ്കിലും ഐസേജ് കാലത്തിൽ ആഹാരത്തിന്റെ ലഭ്യത കുറവ് കാരണമായിരിക്കും അവയ്ക്ക് വംശനാശം സംഭവിച്ചതെന്നാണ് കരുതുന്നത്. സ്മൈലഡോണിനെ പോലത്തെ മറ്റൊരു സാബർ-ടൂത്ത്ഡ് ക്യാറ്റ് വർഗമാണ് XENOSMILUS. പക്ഷേ ഇവയുടെ പല്ലുകൾക്ക് മറ്റ് സാബർ-ടൂത്ത്ഡ് ക്യാറ്റ്സിനെ പോലെ അധികം നീളമില്ല. പകരം പല്ലിന് കട്ടിയാണ് കൂടുതൽ. വളരെ കൂർത്തതായിരുന്നു അവയുടെ പല്ലുകൾ. അതുമാത്രമല്ല, പല്ലുകളുടെ വശം മുഴുവൻ അരം നിറഞ്ഞതാണ്. അതായത് ഷാർക്കുകളുടേത് പോലത്തെ പല്ലുകൾ. ഇരകളെ നിഷ്പ്രയാസം വലിച്ചു കീറാനുള്ള കഴിവ് ഈ പല്ലുകൾക്കുണ്ട്. ഇന്നത്തെ വലിയ പൂച്ചകൾ ഇരകളുടെ കഴുത്തിൽ കടിച്ചമർത്തി വെച്ചാണ് പ്രധാനമായും ഇരകളെ കൊല്ലുന്നത്. എന്നാൽ XENOSMILUS അങ്ങനെ ആയിരുന്നില്ല. മറിച്ച് ഇരകളെ കടിച്ചു കീറുമ്പോൾ രക്തം വാർന്നാണ് ഇരകളുടെ അന്ത്യം കുറിക്കുന്നത്. ഇവയുടെ അതിശക്തമായ കഴുത്തിലെ പേശികളും ഇരകളെ കടിച്ചു കീറാൻ സഹായിച്ചിരുന്നു. ഏകദേശം 11 ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ഇവ ജീവിച്ചിരുന്നത്. പക്ഷേ കൃത്യമായിട്ട് എത്ര കാലം തൊട്ടാണ് ഇവ ജീവിച്ചിരുന്നതെന്നും എപ്പോഴാണ് ഇവയ്ക്ക് വംശനാശം സംഭവിച്ചതെന്നും നമുക്കറിയില്ല. ഇതുവരെ കിട്ടിയ കുറച്ച് ഫോസിൽസ് മുഴുവൻ 15 ലക്ഷം വർഷങ്ങൾക്കും 11 ലക്ഷം വർഷങ്ങൾക്കുമിടയിൽ പഴക്കമുള്ളവയായിരുന്നു. ഇവ ശരിക്കും വളരെ വലിയൊരു പൂച്ചവർഗം തന്നെയാണ്. 230 മുതൽ 400 കിലോഗ്രാം വരെ ഭാരമുണ്ടായിരുന്നു. ഏകദേശം 2 മീറ്ററോളം നീളവും. അതായത് ഇന്നത്തെ ഒരു ശരാശരി ആഫ്രിക്കൻ സിംഹത്തിന്റെ ഇരട്ടി ഭാരം. നോർത്ത് അമേരിക്കൻ ഭാഗങ്ങളിലാണ് ഇവ ജീവിച്ചിരുന്നത്. സൗത്ത് അമേരിക്കയിൽ ജീവിക്കുന്ന ജാഗോറുകളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കടിശക്തിയുള്ള ക്യാറ്റ് വർഗം. 80 കിലോഗ്രാം മുതൽ 120 കിലോഗ്രാം വരെ ഇവയ്ക്ക് ഭാരമുണ്ടായിരിക്കും. ഈ ജാഗ്വാറുകളുടെ പൂർവികരാണ് പുരാതന കാലത്തിൽ ജീവിച്ചിരുന്ന ജയന്റ് ജാഗ്വാർസ്. നോർത്ത് അമേരിക്കയിലാണ് ഇവ ജീവിച്ചിരുന്നത്. പേര് പോലെ തന്നെ ഇവ ഇന്നത്തെ ജാഗ്വാറുകളേക്കാൾ വളരെ വലുതായിരുന്നു. 200 കിലോഗ്രാം മുതൽ 250 കിലോഗ്രാം വരെ ഭാരമുണ്ടായിരുന്നു ഇവയ്ക്ക്. മറ്റൊരു കാര്യമെന്നത് ജയന്റ് ജാഗ്വാറുകളുടെ കാലുകൾക്ക് ഇന്നത്തെ ജാഗ്വാറുകളേക്കാൾ കൂടുതൽ നീളമുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഇവയ്ക്ക് വളരെ വേഗതയിൽ ഓടാനും കഴിഞ്ഞിരുന്നിരിക്കണം. ഇന്നത്തെ സിംഹങ്ങളെ പോലെ ഇവയും സവാന്ന പ്രദേശങ്ങളിലാണ് ജീവിച്ചിരുന്നത്. കാലക്രമേണയാണ് ഇവ കാട്ടിലേക്ക് കയറിയത്. കാട്ടിലാണെങ്കിൽ ഇരകളെ ഓടിച്ചിട്ട് പിടിക്കാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് പതുങ്ങിയിരുന്ന് അടുത്തു വരുന്ന ഇരകളുടെ മേൽ ചാടി വീണാണ് ഇവ ഇര പിടിക്കുന്നത്.
ഇങ്ങനെ കാലുകളുടെ ഓടാനുള്ള ഉപയോഗം കുറഞ്ഞപ്പോൾ ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പരിണാമ ഫലത്തിനാൽ അവയുടെ കാലുകൾ ചുരുങ്ങി ഇന്നത്തെ ജാഗ്വാറുകളായിട്ട് മാറിയതാണ്. ഏകദേശം 5 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മുതൽ 10,000 വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വലിയ പൂച്ചയാണ് കേവ് ലയൺ. അവസാനത്തെ ഐസേജ് കാലത്തിലാണ് ഇവയ്ക്കും വംശനാശം സംഭവിച്ചത്. ഇവ ജീവിച്ചിരുന്നത് യൂറോപ്പിലും ഏഷ്യയിലുമാണ്. വളരെ മികച്ച വേട്ടക്കാരായിരുന്നു കേവ് ലയൺസ്. 300 കിലോഗ്രാം മുതൽ 370 കിലോഗ്രാം വരെ ഭാരമുണ്ടായിരുന്നു ഇവയ്ക്ക്. എന്നുവെച്ചാൽ ഇന്നത്തെ ശരാശരി സിംഹങ്ങളുടെ ഇരട്ടിയോളം ഭാരം. ഐസേജ് കാലഘട്ടത്തിന് മുൻപ് യൂറോപ്യൻ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന വേട്ടക്കാരൻ മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും ഘോരമായ ജീവികളിൽ ഒന്നായിരുന്നു കേവ് ലയൺസ്. ഇവയുടെ ധാരാളം ചിത്രങ്ങളൊക്കെ പല ഗുഹകളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അന്ന് മനുഷ്യർ വളരെയധികം ഭയപ്പെട്ടിരുന്ന മൃഗങ്ങൾ തന്നെയായിരുന്നു കേവ് ലയൺസ് എന്ന കാര്യം ആ ചിത്രങ്ങളിൽ നിന്നും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുമാത്രമല്ല, ഇവയ്ക്ക് ഇന്നത്തെ സിംഹങ്ങളുടേതുപോലത്തെ കേസരമുണ്ടായിരുന്നില്ല എന്ന കാര്യവും ചിത്രങ്ങളിലൂടെയാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ഗുഹകളിൽ ജീവിച്ചിരുന്നതുകൊണ്ടാണ് ഇവയ്ക്ക് കേവ് ലയൺസ് എന്ന പേര് നൽകിയതെന്നായിരിക്കും പെട്ടെന്ന് നിങ്ങൾ കരുതുന്നത്. എന്നാൽ ശരിക്കും ഇവയുടെ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയത് ഒരുതരം കരടികൾ ജീവിക്കുന്ന ഗുഹകൾക്കരികിൽ നിന്നുമാണ്. അതുകൊണ്ടാണ് ഇവയ്ക്കും കേവ് ലയൺസ് എന്ന പേര് നൽകിയത്. ഏകദേശം 40 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മുതൽ 12,000 വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു അത്യുഗ്രൻ വേട്ടക്കാരിയായിരുന്നു ഹോമോതേരിയം. കൂട്ടം കൂടിയാണ് ഇവ ഇര പിടിക്കുന്നത്. ഇവയുടെ ഭാരം എത്രയായിരുന്നുവെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിലും 200 കിലോഗ്രാം മുതൽ 400 കിലോഗ്രാം വരെ ഭാരമുണ്ടായിരുന്നിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. വളരെ വേഗതയിൽ ഓടാൻ കഴിഞ്ഞിരുന്നുവെന്നതാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനുവേണ്ടി വളരെ നീളമുള്ള കാലുകളാണ് ഹോമോതേരിയത്തിനുണ്ടായിരുന്നത്. നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ അങ്ങനെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ഹോമോതേരിയം ജീവിച്ചിരുന്നു. മറ്റ് പൂച്ചവർഗ്ഗങ്ങളെ അപേക്ഷിച്ച് ഇവയുടെ കണ്ണുകൾ വളരെ വലുതായിരുന്നു. ഒപ്പം കാഴ്ചകളെ പ്രോസസ് ചെയ്യുന്ന തലച്ചോറിന്റെ ഭാഗമായ വിഷ്വൽ കോർട്ടെക്സും വളരെ സങ്കീർണമായിരുന്നു. അതിനാൽ തന്നെ ഇവയ്ക്ക് വളരെ തീവ്രമായ കാഴ്ചശക്തിയും ഉണ്ടായിരുന്നു. ഈ കാഴ്ചശക്തിയും ഓടാനുള്ള കഴിവുമാണ് ഇവയെ ഒരു മികച്ച വേട്ടക്കാരാക്കുന്നതും. ഏകദേശം 90 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മുതൽ 6 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സ്മൈലഡോണിന്റെ പൂർവികനായ ഒരിനം സാബർ-ടൂത്ത്ഡ് ക്യാറ്റാണ് മാക്കിയാറോഡസ്. യുറേഷ്യയിലും ആഫ്രിക്കയിലും നോർത്ത് അമേരിക്കയിലുമാണ് ഇവ ജീവിച്ചിരുന്നത്. ഇവയ്ക്ക് 300 കിലോഗ്രാം മുതൽ 400 കിലോഗ്രാം വരെ ഭാരമുണ്ട്. ഇതുവരെ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പൂച്ചവർഗ്ഗങ്ങളിൽ ഒന്നായിരുന്നു മാക്കിയാറോഡസ്. 400 കിലോഗ്രാം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഭീമൻ സൈബീരിയൻ കടുവകളുടെ അത്ര ഭാരം. പക്ഷേ ഇന്നത്തെ കടുവകളെക്കാളും സിംഹങ്ങളെക്കാളും പേശിബലം കൂടുതലായിരുന്നു മാക്കിയാറോഡസിന്. ഇരകളെ അധികം ഓടിച്ചു പിടിക്കുന്നതിന് പകരം പതുങ്ങിയിരുന്ന് അടുത്തു വരുന്ന ഇരകളുടെ മേൽ ചാടി വീണ് ആക്രമിക്കുന്നതാണ് ഇവയുടെ രീതി. അത്ര വേഗതയിൽ ഓടാനും ഇവയ്ക്ക് കഴിയില്ല. കാരണം കാലുകളുടെ നീളം തീരെ കുറവാണ്. അത്യധികം കൂർത്തതായിരുന്നു ഇവയുടെ പല്ലുകൾ. പല്ലുകൾക്കും അധികം നീളമില്ല, പകരം പല്ലുകളുടെ കട്ടി വളരെ കൂടുതലാണ്. പിടിക്കുന്ന ഇരയുടെ തലയോട്ടി വരെ പിളർത്താനുള്ള ശക്തിയുണ്ടായിരുന്നു ഇവയുടെ കടിക്ക്. ഇവയുടെ ഇരട്ടി ഭാരമുള്ള ഇരകളെ വരെ ഇവയ്ക്കൊറ്റയ്ക്ക് വേട്ടയാടി വീഴ്ത്താൻ കഴിഞ്ഞിരുന്നു. ഇതുവരെ ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പൂച്ചവർഗമാണ് നാങ്ഡോങ് ടൈഗർ. ഏറ്റവും വലുതെന്ന് പറയുമ്പോൾ അതൊരു തർക്ക വിഷയമാണ്. കാരണം ചിലർ പറയുന്നത് സ്മൈലഡോൺ പോപ്പുലേറ്റർ ആണ് ഏറ്റവും വലിയ ക്യാറ്റ് എന്ന്. അതേസമയം മറ്റു ചിലർ അമേരിക്കൻ ലയണിനെയാണ് ഏറ്റവും വലുതായിട്ട് കണക്കാക്കുന്നത്. ഇവയുടെ 100% കൃത്യമായ ഫോസിൽസ് കണ്ടെത്തിയിട്ടില്ല എന്നതാണ് ഈ തർക്കങ്ങളുടെ കാരണം. എന്തായാലും ഏകദേശം 4 മുതൽ 4.5 മീറ്റേഴ്സ് വരെ നീളമുണ്ടായിരുന്ന ഈ കടുവയ്ക്ക് 420 മുതൽ 500 കിലോഗ്രാം വരെ ഭാരമുണ്ടായിരുന്നുവെന്നാണ് നിഗമനം. ഇന്തോനേഷ്യയിലെ നാങ്ഡോൺ എന്ന സ്ഥലത്തിൽ നിന്നുമാണ് ഇവയുടെ അസ്ഥികൂടം കണ്ടെത്തിയത്. അതുകൊണ്ടാണ് ഇവയ്ക്ക് ആ പേര് തന്നെ നൽകിയത്. ഇന്തോനേഷ്യ, സൈബീരിയ മുതലായ ഏഷ്യൻ പ്രദേശങ്ങളിലാണ് ഇവ ജീവിച്ചിരുന്നത്. ഇത്രയധികം ഭാരമുണ്ടായിരുന്നെങ്കിലും ഇവയുടെ ശക്തമായ പേശികളും കാലുകളും കാരണം ഇവയ്ക്ക് നല്ല വേഗതയിൽ ഓടാൻ സാധിച്ചിരുന്നു.
70 km/h മുതൽ 85 km/h വേഗതയിൽ വരെ ഇവയ്ക്കോടാൻ കഴിഞ്ഞിരുന്നുവെന്നാണ് നിഗമനം. അതായത് ഇന്നത്തെ ഒരു ശരാശരി സിംഹത്തിനേക്കാൾ വേഗതയിൽ. ഏകദേശം 18 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മുതൽ 2 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിലാണ് നാങ്ഡോങ് ടൈഗർ ജീവിച്ചിരുന്നത്. അന്നത്തെ കാലത്തിൽ ശരിക്കും കാട് വിറപ്പിച്ചിരുന്ന ഘോരമായ ജീവികൾ തന്നെയായിരുന്നിരിക്കും ഈ കടുവകൾ. ഇന്നത്തെ സിംഹങ്ങളുടെ പൂർവികരാണ് അമേരിക്കൻ ലയൺസ്. അമേരിക്കൻ കേവ് ലയൺസ് എന്നും ഇവ അറിയപ്പെടാറുണ്ട്. ഇവ ഇന്നത്തെ സിംഹങ്ങളെക്കാൾ 25% വലുതാണ്. 1.25 മീറ്ററോളം ഉയരവും 2.5 മീറ്ററോളം നീളവും ഉണ്ടായിരുന്ന ഈ സിംഹത്തിന് ശരാശരി 250 കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു. നോർത്ത് അമേരിക്കൻ പ്രദേശങ്ങളിലാണ് ഇവ ജീവിച്ചിരുന്നത്. തണുപ്പ് കാരണം ഇവ ഗുഹകളെ പതിവായിട്ട് ആശ്രയിച്ചിരുന്നു. ഇന്നത്തെ സിംഹങ്ങളെ പോലെ കൂട്ടം കൂടിയാണ് ഇവയും ഇര പിടിക്കുന്നത്. ഏകദേശം 3.5 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മുതൽ 11,000 വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിലാണ് അമേരിക്കൻ ലയൺസ് ജീവിച്ചിരുന്നത്. ഇവയുടെ ഒരു കടിക്ക് 1800 PSI ശക്തി ഉണ്ടായിരുന്നുവെന്നാണ് നിഗമനം. എന്നുവെച്ചാൽ ഇന്നത്തെ സിംഹങ്ങളുടെ ഇരട്ടി കടിശക്തി. ഇവയുടെ വംശനാശത്തിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. എന്തായാലും അവസാനത്തെ ഐസേജ് കാലത്തിലാണ് ഇവയ്ക്ക് വംശനാശം സംഭവിച്ചത്. ഐസേജ് കാരണം സസ്യജാലങ്ങളുടെ അളവ് കുറഞ്ഞപ്പോൾ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മൃഗങ്ങളുടെ എണ്ണവും കുറഞ്ഞു. ഇത്തരം മൃഗങ്ങളെയാണ് അമേരിക്കൻ ലയൺസ് ആഹാരമാക്കിയിരുന്നത്. അപ്പോൾ ആ മൃഗങ്ങളുടെ അളവ് കുറഞ്ഞതു കാരണം ആഹാരത്തിന്റെ ലഭ്യത കുറവ് കാരണമായിരിക്കും അമേരിക്കൻ ലയൺസിന് വംശനാശം സംഭവിച്ചതെന്നാണ് കരുതുന്നത്. ലോകപ്രശസ്തമായ പുരാതന കാലത്തിലെ ജീവികളിലൊന്നാണ് സ്മൈലഡോൺ. ഇവ വളരെ മികച്ച വേട്ടക്കാരായിരുന്നു. ഏകദേശം 25 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മുതൽ 10,000 വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഇവ ജീവിച്ചിരുന്നത്. ഇതിന്റെ മുന്നിലത്തെ 2 നീളം കൂടിയ പല്ലുകൾ തന്നെയാണ് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഈ പല്ലുകൾക്ക് 28 സെന്റിമീറ്ററോളം നീളമുണ്ട്. അതായത് ഏകദേശം ടീറക്സിന്റെ പല്ലുകളുടെ അത്ര നീളം. സ്മൈലഡോണിന്റെ പലതരം വകഭേദങ്ങളും ഉണ്ടായിരുന്നു. അതിലേറ്റവും വലുതിന്, അതായത് സ്മൈലഡോൺ പോപ്പുലേറ്റർ എന്ന ഇനത്തിന് 350 കിലോഗ്രാം മുതൽ 450 കിലോഗ്രാം വരെ ഭാരമുണ്ടായിരുന്നുവെന്നാണ് നിഗമനം. ഇവ നശിക്കാനുള്ള ഒരു പ്രധാന കാരണം മനുഷ്യരാണ്. വൂളി മാമത്തുകളും മാസ്റ്റഡോണും പോലെയുള്ള ആനകളെയാണ് സ്മൈലഡോൺ ആഹാരമാക്കിയിരുന്നത്. പക്ഷേ മനുഷ്യരും അതേ മൃഗങ്ങളെ വേട്ടയാടാൻ തുടങ്ങിയപ്പോൾ സ്മൈലഡോണിന് ആവശ്യമായ ആഹാരം കിട്ടാതെയായി. അതിനോടൊപ്പം ഐസേജ് കൂടെ വന്നപ്പോൾ ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുൻപ് സ്മൈലഡോണിന് വംശനാശം സംഭവിച്ചു. ആഫ്രിക്കയിൽ ജീവിച്ചിരുന്ന ഒരു അതിഭീമൻ സസ്തനിയാണ് സിംബാകുബ്വ. ആഫ്രിക്കയുടെ ഭീമൻ സിംഹമെന്നാണ് ഇതിന്റെ പേരിന്റെ അർത്ഥം. എന്നാൽ ശരിക്കും ഇതൊരു പൂച്ചവർഗമൊന്നും ആയിരുന്നില്ല, മറിച്ച് ഹൈനലോർഡെ എന്നൊരിനത്തിൽപ്പെട്ട സസ്തനിയാണ്. 2019 ഇവയുടെ ഫോസിൽ കണ്ടെത്തിയത്. ഏകദേശം 2 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഇവ ജീവിച്ചിരുന്നത്. പക്ഷേ ഇവയ്ക്ക് എപ്പോഴാണ് വംശനാശം സംഭവിച്ചതെന്നോ എത്ര കാലം മുതൽ ഇവ ഭൂമിയിൽ ഉണ്ടായിരുന്നുവെന്നോ നമുക്കറിയില്ല. എന്തെന്നാൽ ഇവയുടെ വളരെ കുറച്ച് ഫോസിൽസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എന്തായാലും ഏകദേശം 1200 മുതൽ 1500 കിലോഗ്രാം വരെ ഭാരമുണ്ടായിരുന്ന ഒരു ഭീമൻ സസ്തനിയായിരുന്നു ഇത്. ഇതിന്റെ തലയ്ക്ക് മാത്രം 80 സെന്റിമീറ്ററോളം നീളമുണ്ടായിരുന്നു. 20 സെന്റിമീറ്ററിൽ കൂടുതൽ നീളമുള്ള 50ഓളം പല്ലുകളുമുണ്ട്. ഇവ ജീവിച്ചിരുന്ന കാലത്തിലെ ഏറ്റവും ഭീകരവും നിഷ്ഠുരവുമായ ജീവികളിലൊന്നായിരുന്നു സിംബാകുബ്വ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.